മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനായി. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സഹോദരൻ ജോബി ജോയ് കൊട്ടാരക്കര. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിലെ ധ്യാന ചിന്തയ്ക്ക് ആസ്പദമായി ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നു. തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യർ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഞാനോ ദൈവത്തിങ്കലേക്ക് നോക്കുമായിരുന്നു, എൻ്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു. അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെയും അസംഖ്യമായ അത്ഭുതങ്ങളെയും ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇയ്യോബിൻ്റെ സ്നേഹിതനായ എലീഫസിൻ്റെ വാക്കുകളാണ് 4ഉം 5ഉം അധ്യായങ്ങളിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഭക്തനായ മനുഷ്യൻ പറഞ്ഞു വരുമ്പോൾ പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ്, തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. അതെ, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതികൂലങ്ങളുമൊക്കെ ഉണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യം തന്നെയാണ്. അതെ, തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചവരാണ്. 19-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 6 കഷ്ടത്തിൽ നിന്ന് അവൻ എന്നെ വിടുവിക്കും, 7-ാമത്തതിലും തിന്മ നിന്നെ തൊടുകയില്ല. 6 കഷ്ടങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിക്കും. അതെ, നാം കഷ്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വരികിലും ഈ കഷ്ടങ്ങളൊക്കെ ദൈവം തരുന്നതിന് പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ട് എന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം കരയുവാനോ നാം വേദനിക്കുവാനോ നാം വിഷമിക്കുവാനോ അല്ല ദൈവം നമ്മെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിനാണ്, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയേണ്ടതിനാണ്. പ്രിയ ദൈവജനമേ, ഞാനും നിങ്ങളും ഇന്നൊരു വലിയ കഷ്ടതയുടെ പ്രയാസത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ നടുവിലല്ലേ ആയിരിക്കുന്നത്. നിശ്ചയമായിട്ടും ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ഈ പ്രതികൂല സാഹചര്യത്തിലും 7-ാമത്തെ കഷ്ടത്തിലും തിന്മ നിന്നെ തൊടുകയില്ല എന്ന് ദൈവവചനം പറയും പ്രകാരം ഈ പ്രതികൂല ഘട്ടത്തിൻ്റെ നടുവിലും എത്രയോ അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആകട്ടെ, എന്തിനാണ് ദൈവം നമുക്ക് കഷ്ടത തരുന്നത്? ദൈവവചനത്തിൽ നമുക്ക് അതിൻ്റെ ഉത്തരവും കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കുകയാണ്, ഞാനോ ദൈവത്തിങ്കലേക്ക് നോക്കുമായിരുന്നു, എൻ്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിലേക്ക് നോക്കും, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കേണ്ടതിന്, ഞാൻ എന്നെ തന്നെ ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കേണ്ടതിന്, അതെ, ദൈവമുഖം അന്വേഷിക്കേണ്ടതിനാണ് ദൈവം നമുക്ക് കഷ്ടത അനുവദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ്. ഞാനും നിങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിത യാത്രയിൽ എവിടെയൊക്കെയോ വെച്ച് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, ദൈവത്തെ മറന്നു പോകുന്നവരായി തീർന്നുവെങ്കിൽ കഷ്ടതയിലൂടെ ദൈവം നമ്മെ കടത്തിവിടുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കണമെന്നുള്ളതാണ്. നാം ദൈവത്തിങ്കിലേക്ക് നമ്മെ തന്നെ പരമേൽപ്പിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. ഒരു മടങ്ങി വരവിന് വേണ്ടിയാണ് ഒരു പക്ഷേങ്കിൽ ദൈവം നമ്മെ കഷ്ടതയിലൂടെ കടത്തിവിടുവാനിടയായി തീരുന്നത്. 2, അതിൻ്റെ 9-ാം വാക്യം നാം വായിച്ചു, അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെയും അസംഖ്യമായ അത്ഭുതങ്ങളെയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ കഷ്ടത്തിലൂടെ കടത്തിവിടുന്നത്? അവൻ എങ്ങനെയാണ് നമ്മെ വിടുവിക്കുന്നതെന്ന് ഈ പ്രതികൂലത്തിൻ്റെ ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ദൈവമായ യഹോവ എങ്ങനെയാണ് നിങ്ങളെ വിടുവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ, അവൻ്റെ വലിപ്പം മനസ്സിലാക്കുവാൻ, അവൻ ആരാണെന്ന് മനസ്സിലാക്കുവാൻ, അവൻ്റെ ഉന്നതത്വം മനസ്സിലാക്കുവാൻ, അതെ, ദൈവം എങ്ങനെ വിടുവിക്കുന്നവനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ, നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുവാനായിട്ടാണ്, ദൈവശക്തനാണെന്ന് നാം മനസ്സിലാക്കേണ്ടതിനാണ് ദൈവം നമ്മെ കഷ്ടതയിലൂടെ കടത്തിവിടുന്നത്. നമുക്ക് മൂന്നാമതായിട്ട് അതിൻ്റെ ഇയ്യോബിൻ്റെ പുസ്തകം തന്നെ 5-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവൻ മുറിവ് ഏൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പറയട്ടെ, അപ്പോൾ ദൈവം നമുക്ക് കഷ്ടത അനുവദിക്കുന്നതിൻ്റെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവമാണ് നമുക്ക് കഷ്ടത തരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതിനാണ്. ദൈവമാണ് നമുക്ക് കഷ്ടത തരുന്നത്, നമ്മെ ബുദ്ധിമുട്ടിലേക്ക് കടത്തിവിട്ടത്,
പ്രതികൂലമായ സാഹചര്യത്തിലേക്ക്, ഇന്നയോളം നാം കണ്ടിട്ടില്ലാത്ത ഈ പ്രതികൂലമായ പ്രത്യേകമായ സാഹചര്യത്തിലേക്ക് ദൈവം നമ്മെ കടത്തിവിട്ടതാണ് എന്ന് നാം മനസ്സിലാക്കണം. അവൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്ന ദൈവമാണ്. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. അതെ, നമ്മുടെ ദൈവം അറിയാതെയല്ല ഈ പ്രതികൂലത്തിന് നടുവിൽ നാം ആയിരിക്കുന്നത്. അതെ, അവൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നത്. എന്തിനാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്? അതിന് ദൈവത്തിൻ്റെ പക്കൽ വ്യക്തമായ ഉദ്ദേശവും ലക്ഷ്യവും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാലാമത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ കഷ്ടത ഒരു പ്രത്യാശയുടെ തുടക്കമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവജനമേ, അങ്ങനെയെങ്കിൽ കഷ്ടതയിൽ അവിടെ ആരംഭിക്കുകയാണ്. കഷ്ടത സഹിഷ്ണുതയും, എന്നിട്ട് ഏറ്റവും അവസാനം പറയുകയാണ് അത് പ്രത്യാശ ഉളവാക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് അനുവദിക്കുന്ന കഷ്ടതയുടെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നമ്മുടെ പ്രത്യാശയുടെ തുടക്കമായിട്ടാണ്. നാം പ്രത്യാശയുള്ളവരായി, വിശ്വാസമുള്ളവരായി, ദൈവത്തിൽ ആശ്രയമുള്ളവരായിട്ട് ജീവിക്കേണ്ടതിനാണ് ദൈവം നമ്മെ കഷ്ടതയിലൂടെ കടത്തിവിടുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം തന്നെ 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വളരെ അനുഗ്രഹീതമായ ഒരു വാക്യം ഇവിടെ കാണുവാനായിട്ട്, ഒരു വലിയ ചോദ്യം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആരാണ്? എന്തിനാണ് നമ്മെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാനായിട്ട് കഴിയുന്നത്? അവിടെ പ്രാരംഭമായിട്ട് എഴുതുന്നത് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ. പ്രിയ ദൈവജനമേ, കഷ്ടതയ്ക്ക് നമ്മെ നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല. അതേ, കഷ്ടത ദൈവം നമുക്ക് അനുവദിക്കുന്നത് നാം ദൈവത്തിങ്കിലേക്ക് നോക്കേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് കഷ്ടത അനുവദിക്കുന്നത്. അവൻ എങ്ങനെ വിടുവിക്കും? അവൻ അത്ഭുതകരമായി വിടുവിക്കുന്ന ദൈവമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതിനാണ് അവൻ നമുക്ക് കഷ്ടത അനുവദിക്കുന്നത്. ഇത് ദൈവം ഒരുക്കിയതാണെന്നും ദൈവത്തിന് മുറിക്കാൻ മാത്രമല്ല മുറിവ് കെട്ടുവാനും കഴിയും. ദൈവം ചതയ്ക്കുന്നവൻ മാത്രമല്ല, അവൻ പൊറുപ്പിക്കുകയും ചെയ്യും ദൈവമാണെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതിനാണ് കഷ്ടത ദൈവം നമുക്ക് തരുന്നത്. മാത്രമല്ല, നാലാമതായിട്ട് നാം ചിന്തിച്ചു, കഷ്ടത നമ്മുടെ പ്രത്യാശയ്ക്ക് വേണ്ടി, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി ആണ് ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. ഏത് പ്രതികൂലത്തിന് നടുവിലും ദൈവമുഖത്തേക്ക് നോക്കി, ഏത് കഷ്ടതയുടെ നടുവിലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? തീപ്പൊരി പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നെങ്കിലും കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടതയിലും കഷ്ടങ്ങളിലും വേദനകളിലും ശോധനകളിലും ദൈവത്തിൽ പ്രശംസിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്കിടയായിട്ട് തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.